ഖാലിദ് റഹ്മാൻ എന്നിവർക്ക് പിന്നാലെ ലഹരി കേസിൽ കുടുങ്ങിയ റാപ്പർ വേടനും. യുവാക്കളുടെ ഹരമായി മാറിയ റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ വേടനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. പരിശോധന രോഗി നീ പിണ്ടിയുടെ മോനല്ലേ? എടാ 10 മണിക്ക് ശേഷം ഇവിടെ നിൽക്കരുത് നിനക്കറിയാൻ മേലെ. നിങ്ങൾ ഇറങ്ങിയ താഴത്തേക്ക്. എനിക്കെന്ത് 10 മണിക്ക് ശേഷം കിറുക്കന്മാർ പെട്രോളിന് തന്നെ സമയം പറഞ്ഞെന്നേ ഉള്ളൂ. അതെ, നമ്മളിവിടെ കണ്ടിട്ടുമില്ല മിണ്ടിയിട്ടുമില്ല. ചേട്ടൻ വിട്ടു. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ചാവാൻ? അല്ലാതെ പിന്നെന്തിനാ? അതെ, എൻ്റെ സമനില ആകെ തെറ്റിക്കിടക്കുക. ചേട്ടൻ സ്ഥലം വിടാൻ നോക്ക്. ഞാൻ പോയപ്പോൾ നീയലടാ പുറകിന്ന് വിളിച്ചേ. വേറൊന്നുമില്ല, കാര്യം പറയാൻ വിളിച്ചെന്നേ ഉള്ളൂ. നീ ഓർക്കണ്ടാ പണ്ട് പുത്തൻചിറ തോട്ടിൽ നീ മുങ്ങിപ്പോയ കഥ? അന്നേ ഞാൻ അല്ലെങ്കിൽ കാണായിരുന്നു. എന്തിനാ ചേട്ടാ വെറുതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നു? അതന്നെ എനിക്കും പറയാനുള്ളത്. നീ ഒരു തെറ്റ് ചെയ്തു, അത് കഴിഞ്ഞു. നീ എന്താലോചിക്കോ? നീ ഇവിടെ ചേട്ടനോട് ആരാ കഴിഞ്ഞെന്ന് പറഞ്ഞു? അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ചേട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനെന്തായാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകിലേക്കില്ല. കിറുക്കന്മാർ വന്ന സമയം പോരാത്തിന് നിന്നെ ഇവിടെ കണ്ടു പറയണ്ടല്ലോ. ഞാനാണല്ലോ ദേശത്തെ വലിയ കഞ്ചാവ്. അതാവാതിരിക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞു. എടാ, എനിക്ക് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കയ്യിലൊരു അരയിരിപ്പുണ്ട്. നീ കമ്പനി വരികയാണെങ്കിൽ നമുക്ക് 2 അടിക്കാം. ഞാൻ പോവാം.
ശിവപാർവതി രാമപുരം വഴി പാല ഉടൻ പുറപ്പെടുന്നു. താമരക്കാട് അമനകര രാമപുരം പാല. കള്ളോടി സിഗരറ്റ് വലി നമ്മള് സമ്മതിക്കും, പക്ഷെ കഞ്ചാവ് നടക്കൂല. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലുള്ളൂ, ക്ഷീണം കാണും. ഈ കഞ്ചാവ് ക്ഷീണത്തിന് നല്ലതാ അല്ലേ? എന്താടാ വണ്ടി നിർത്തിയത്? എടാ അതെ, നീ ശരിക്കും ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഞാനതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും നീ ജയിലിൽ പോകുന്നതിന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. നിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പിഴവ് അതെങ്ങനെയാ? ഇതിപ്പോ ഒരുമാതിരി നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി. എടാ അത് വിടറാ, തൽക്കാലം നീ ഇപ്പൊ വീട്ടിലോട്ട് ചെല്ലും. എടാ നമ്മളിപ്പോ കുറെ നാളായല്ലേ കൂടിയിട്ട്, നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് ശരിയാവൂല. നീ ഒന്ന് വിചാരിക്കല്ലേ. ഓടാ, വരമ്പത്ത് കഞ്ചാവ് അടിച്ച് കിളി പോയ നീയാണോ പറയുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ, നീ അതൊക്കെ മറന്നേക്ക്. ഇപ്പൊ നാട്ടിലും വീട്ടിലും വലിയ ചീത്തപ്പേരില്ലാണ്ട് പോവാ. നീ നിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരത് ഇതൊക്കെ പറയണം. അതുകൊണ്ടാ. അപ്പോൾ ഓക്കെ, ഇന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. ശരി. എടാ വിമലെ, എടാ നമുക്കും അതേപോലെ പറക്കണ്ടേ? ഞാൻ പറക്കും. അപ്പൊ ഞാനോ? ഞാൻ കൊണ്ടുപോകും. അല്ലേലും ഈ കൂട്ടുകാർ നാറികളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടാ. നല്ല കാലത്ത് ഇവന്മാരെല്ലാം നമ്മുടെ കൂടെ നിൽക്കും. ഒരു വിഷയം വന്നാൽ ഇവന്മാർ നമ്മുടെ കൊത അടിച്ചു പൊളിച്ചിട്ട് പോകും. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങനെ പറഞ്ഞ ഓക്കെ, പക്ഷെ അവനങ്ങനെ പറഞ്ഞപ്പോ എന്റെ നെഞ്ചത്ത് റീത്ത് വെച്ച പോലെ ആയിപ്പോയി. അത് പോട്ടറാ, നീ ഇതെല്ലാം പിടിച്ചു. എടാ വെള്ളം കൂട്ടി അടിക്കടാ, കൂമ്പ് പാടി പോകുന്നതിന്റെ. ചാവ് വേണം, ചാവട്ടെ ഏട്ടാ, ഇതിലും ഭേദം ചാവുന്ന. ബെസ്റ്റ്. എടാ നീ കേട്ടിട്ടില്ലേ പാവം ചെയ്യാത്ത ഒരു കല്ലെറിയട്ടെന്ന്? നിന്റെ കാര്യത്തിലും അത് കറക്റ്റാ. ലോകത്തുള്ള സകല തിണ്ടികളുടെ കാര്യത്തിൽ ഇത് കറക്റ്റാ. അതെങ്ങനെയാ? 9 മണിക്ക് ശേഷം ബീവറേജ് തുടങ്ങി, അതിനുശേഷം നമ്മൾ മദ്യമായിട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് പിടിക്കും. എടാ ശരിയല്ലടാ, ഈ സിസ്റ്റം തന്നെ മാറണം ഇവിടെ നിന്ന്. എന്നാലാടാ ഇതൊക്കെ ശരിയാവുള്ളൂ. അത് പോട്ടെ, നീ വീട്ടിൽ കയറിയില്ല അതിന് ശേഷം? ഇല്ല, എനിക്കിനി അപ്പനെ അമ്മേനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണല്ലോ ഏട്ടാ. പിന്നെ പോയി ചാവാനാ? എടാ നീ ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞ കുറ്റം, അതിനുള്ള ശിക്ഷയും കഴിഞ്ഞു. പിന്നെന്താ? അതെ, എന്നാലും അതാരടാ അവിടെ കൊണ്ട് വെച്ചത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഏട്ടാ. നീ ശരിക്കും ആലോചിച്ച് നോക്കി, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. എടാ നിന്റെ കൂടെയുള്ളവന്മാര് നിന്നെക്കാ വലിയ ക്ലോസ്. നീ ശിക്ഷയും കഴിഞ്ഞു പുറത്തിറങ്ങി, അതിൻ്റെയൊക്കെ അസൂയാടാകന്മാർ.
സോയിപ്പേടം ഗോൾഡ് മെഡലും മേടിച്ചോണ്ടാണല്ലോ ഞാൻ വന്നത്. ആ പന്നപ്പട്ടി പിണ്ടിയോടെ മോഹൻലടാ നീ. ഇതൊക്കെ ഇത്രടാ വരുള്ളൂ. എടാ നിന്റെ തന്തയല്ലടാ അവൻ. അവനെ മനസ്സിലാക്കാൻ പറ്റുമോ നിന്നെ കോപ്പേ? അത് ശരിയാ. എന്ത് ശരി? എനിക്ക് അവനെ കണ്ടുന്ന 2 വർത്താനം പറ. എടാ നിന്നെ വീട്ടിൽ കയറ്റൂല എന്നുള്ളത് അവൻ പറഞ്ഞേക്കണം. അതിനെ വീട്ടിൽ കയറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കടാ. എനിക്ക് വേണം. എടാ ഇപ്പൊ പോണോ? നമ്മൾ അടിച്ചിട്ടുണ്ട്. എടാ കഞ്ചാവൊന്നുമല്ല അടിച്ചേ. എടാ ജോണി അടിച്ചാ ജോണിയുടെ നാക്ക് വായി തന്നെ നടക്കും. നീ കേറി വേണം. സ്ഥലം വായല്ലോ. അവരവിടെ ഇല്ല ചേട്ടാ. അവനവന്റെ വാഴകൃഷി ഉണ്ടാക്കാൻ പോയതായിരിക്കും. അല്ല, അവരെല്ലാവരും ധ്യാനത്തിന് പോയേക്കോ. അതിനെ നീ പറഞ്ഞ അപ്പുറത്ത് സുമാന ചേട്ടൻ പറഞ്ഞു. ആര് പറഞ്ഞാലും പറ്റില്ല. നിന്റെ വല്യപ്പനോടെങ്കിലും എന്നോട് വർത്താനം എനിക്ക് പറഞ്ഞു. ഈ വാഴ എടാ നീ എന്നാ നോക്കിക്കോ. നീ പുറകെ കൂടെ പോകണം. അവൻ അതിലേ പോയി. ഇപ്പം കേട്ടോ ഇവിടെയില്ല. എനിക്കെന്നാ ഈ വീട്ടിൽ കാര്യം? ഇപ്പം ചേട്ടാ അകത്ത് കള്ളൻ മാറിക്കോ അങ്ങോട്ട്. അകത്ത് കള്ളൻ കയറിയിട്ടുണ്ട് കേട്ടാ. കള്ളാൻ പഠിക്കാൻ ബോസൂല. എടാ ജിനു പാടാ. എടാ ജിനു ഓടി പോടാ. എടാ പോടോ. വീട്ടിൽ കഴിഞ്ഞ എന്നാ നോക്കിക്കടാ. കേറി വന്ന് ഹെൽമെറ്റ് പറയാ. കേറി പോടാ. നീയോ? എടാ ഇവനല്ലേടാ നീ ആ പറഞ്ഞ കൂട്ടുകാരൻ. എടാ താഴ്ത്തു തന്നെ എടുക്കടാ. അത് എന്താടാ അത്? എടാ എന്താടാ അത്? എടാ കള്ളക്കഴുവേറി, എന്തിനാടാ നീ ഈ സാധനമായിട്ട് ഇങ്ങോട്ട് കയറി? അപ്പച്ചൻ വിളിച്ചിട്ടല്ലേ ഇവനിവിടെ വന്നത്? പറയാൻ അയാളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നീ പോലീസിനെ വിളിക്കടാ. ഇന്നത്തോടു കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. വിളിക്കില്ല. ഞാൻ കാലം പിടിക്കാം. പോലീസിനെ വിളിക്കില്ല. എടാ വിമലെ, സത്യം പറഞ്ഞു, നിനക്കിതിൽ എന്താ പങ്ക്? എടാ അത് പോലീസിനെ വിളിക്കണ്ടെങ്കിൽ സത്യം പറയടാ. ഞാൻ പറയാം. ഇയാള് വിളിച്ചിട്ടാ അപ്പം വിളിച്ചിട്ട് ഞാൻ വന്ന. ഓ, അപ്പൊ അന്ന് വന്നതോ? സത്യം പറയടാ, ഇങ്ങേരി വിളിച്ചിട്ടല്ലേ അന്ന് നീ വന്നത്? എടാ ജിനു, എടാ നമ്മൾ ചെറുപ്പം മുതലേ കൂട്ടുകാരല്ലേ? നിനക്ക് എന്നെ അറിയത്തില്ലേ? എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയാം. നീയായിരുന്നു സാധനം കിട്ടിയോ? അതിനൊക്കെ കയ്യിലുണ്ട്. ആദ്യം പൈസ. ഇത്രയായിട്ടും കളവൻ ആർത്തിക്കൊരു കുറവില്ല. ഹലോ, എന്നടാ? എടാ നമ്മുടെ മാത്തിനും പോലീസ് നോക്കി കൂടെ ഡോണിനെയും അവരടുത്ത റൂട്ട് പറഞ്ഞു കൊടുത്തെന്നാ കേട്ടെ. നീ എവിടെയാണെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെട്ടോ.
എൻ്റെ പേരുമല്ലോ. അതൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ തന്നെ അവിടെ പോലീസ് എത്തും. എന്നാ ശരി, നീ വെച്ചോ. എന്നതാടാ ഒന്നുമില്ല. ഇപ്പൊ ചായ പിടി വീണെന്നാടാ തോന്നുന്ന. ഏത് നിമിഷം വേണമെങ്കിലും പോലീസുകാർ വരും. എത്രയും പെട്ടെന്ന് സാധനം എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ കള. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുടുംബത്തോടെ പോലീസിന് ചവിട്ടുകൊണ്ടു വരും. ഞാൻ പോട്ടോ. നീ വിട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാം. എടാ കണ്ടോ, ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ വലിയ പുണ്യാളനാണല്ലോ. പിന്നെ എടാ ചിന്നു, അത് നിന്റെ കട്ടിലിനടി കൊണ്ട് വെച്ച് ഇയാളാടാ. ഇയാൾ ഒറ്റ എടുത്തനാടാ. കളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. വേണ്ടി വന്ന ഒന്നോടെ ജയിലിൽ പോകാൻ എനിക്ക് മടിയൊന്നുമില്ല. നിങ്ങൾ ഒറ്റൊരുത്തം കാരണം എന്റെ ജീവിതം നശിച്ച്. ജീവിതം നിനക്കൊക്കെ എന്താ ജീവിതം? ഈ ജയിലിൽ പോയത് നിന്റെ വിധി. കണ്ട അണ്ടനോടെ കൂടുതലും എന്റെ വീട്ടിൽ കയറിയാൽ പിടിക്കണ്ട. ഈ കെറുപ്പല്ലേ, വിശ്വസിച്ചോളൂ. അല്ലെങ്കിൽ നിന്നെക്ക് തന്നെ അല്ല ബെസ്റ്റ് തന്ത. നിന്റെ നാശത്തിന് കാരണം ഈ കള കിളവൻ ഒറ്റെടുത്തനാടാ. നീ എന്താന്ന് വെച്ചാ തീരുമാനിക്കേ. എന്റെ മുടിഞ്ഞ കഞ്ചാവലിയും വേർതിരിവും കാരണം എന്റെ ജീവിതം നശിച്ച്. ഒരു ഉളുപ്പുണ്ടോ എനിക്ക്? അത് പണ്ടേ ഇപ്പം കളഞ്ഞ. നീ പോലീസിനെ വിളിക്കടാ. ഈ കഥയെല്ലാം നീ മെനഞ്ഞെടുത്താണെന്ന് തെളിയിക്കാൻ ഇപ്പൊ സെക്കൻഡ് മതി. സെക്കൻഡ്. ചേട്ടാ അവനെ വിട്ടേക്ക്. എടാ ഞാൻ പറയുന്നത് കേട്ടാ മതി. വിമലേ, ഒരപേക്ഷയുണ്ട്. കൂടെ ഒന്നുമില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എടോ കളവാ, അവനൊക്കെ പുഴുത്തോടോ ചാവുള്ളൂ. ജോണി ചേട്ടാ, അത് അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ഒന്ന് ക്ഷമിക്കും. സോറി. എന്ത് സോറി? അമ്മമാര് നിന്നെ കുരങ്ങൾ ലഭിച്ചതിന് എന്നോട് സോറി പറഞ്ഞ എന്തിനാടാ? ഇന്നെൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളല്ല സംഭവിച്ചത്. ചേട്ടനെ ഞാൻ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലോ? അതിലൊന്നൊരു കാര്യമില്ലടാ. എല്ലാവരും ചില കാര്യത്തിൽ കുടുംബക്കാരൊക്കെ ഒന്നിച്ച് കൂടെ നിൽക്കണവനൊക്കെ വെറും പൊട്ടരാവും. അതങ്ങനല്ല ചേട്ടാ. ഇനിയിപ്പോൾ ഇത് ഇരുത്താൻ നിന്നാലും ആരും വിശ്വസിക്കത്തുമില്ല. എല്ലാവരും എന്നെ വെറുക്കത്തേ ഉള്ളൂ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞൊരു സുഖമുണ്ട്. ചങ്കീന്ന് ഒരു കല്ലിറക്കി വെച്ച സുഖം. എടാ സമയത്തൂടെ നീ വീട്ടിലേക്ക് ഞാൻ പോയി കാണാം. എന്താ